ചെയ്യണ കാര്യങ്ങൾ അതിൻ്റെ കൾട്ടനുസരിച്ച് തന്നെ ചെയ്യണം. അതിനൊരു പ്രത്യേകമായിട്ടുള്ള കൾട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം വേണ്ടത് വിശ്വാസവും ദൈവസ്നേഹവുമാണ് വേണ്ടത്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഉപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ എന്നെ വെക്കണം, ഞാൻ വിശ്വസ്തത പാലിച്ചിട്ടുണ്ട്, അല്ലാതെ കൃപാസനം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ് കൊണ്ടുപോയി വല്ലവൻ്റെ വീട്ടിൽ കൊടുക്കും. പല്ല് തേക്കാത്തവൻ്റെ വീട്ടിൽ കൂടെ ഉപ്പ് കൊടുക്കും. അവൻ ജനിച്ചിട്ട് പള്ളിക്കാർ കാണത്തില്ല. നിങ്ങൾക്ക് ബന്ധുക്കളായിരിക്കാം സാഹചര്യം. പക്ഷേ ഞാൻ എപ്പോഴും പറയും, ഉടമ്പടിയിലുള്ള ആളാണത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. വായി നോക്കിക്കണം വല്ല എന്തെങ്കിലും വിചാരിക്കണമെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാരായിരിക്കും. പക്ഷേ അറിഞ്ഞിരിക്കുക ദൈവത്തിൻ്റെ ആൾക്കാരാകണ്ടേ. നിങ്ങളുടെ ആൾക്കാരായിരിക്കണം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ദൈവത്തിൻ്റെ ആൾക്കാരായിരിക്കണം. അതുകൊണ്ടാണ് രോഗികൾക്കാണ് നിങ്ങളുടെ ഉടമ്പടി തൈര് നിങ്ങൾ നിന്ന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കാര്യം നിങ്ങളല്ല ഉടമ്പടിയിലുള്ളത്. പക്ഷേ ഉടമ്പടി നിങ്ങൾ തേച്ചാലും ചില സമയത്ത് ഏക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, ഉടമ്പടി കൊണ്ടുവന്ന് ഏതാണ്ട് സംഭവം എഴുതി കെട്ടിത്താത്തണം ഉടമ്പടി എന്ന് പറഞ്ഞുള്ള ചില വിഡ്ഢിവേഷക്കാരില്ലേ, അവർ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇതെന്താണ്, നമ്മൾ ഉടമ്പടിയിൽ ഒരു ഉപ്പ് തളിക്കണത്, അല്ലെങ്കിൽ ഒരു ഉടമ്പടി കാശ്രൂപം കൈമാറുന്നതോ, അല്ലെങ്കിൽ ഒരു ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കണതോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷി ആരാ പറഞ്ഞു? ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്തോത്രം. മുണ്ടമ്പേലി സെന്റ് ലൂയിസ് പള്ളി ഇടവകയെന്ന് ഒരു റോസി ഒരു സാക്ഷ്യം പറഞ്ഞു. റോസിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോസി പറഞ്ഞ സാക്ഷ്യം ഇതാണ്. റോസി അവർ 3 മക്കളുണ്ട്. 2 പേർക്ക് 2 കല്യാണം കഴിച്ചു. ഒരാളെ കൂടി പഠിപ്പിക്കണം, കെട്ടിക്കണം, നല്ല ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾക്ക് പഠിപ്പുണ്ടെങ്കിലും കിട്ടണ ജോലിക്ക് അവൾ പോയി. കുവൈറ്റിൽ പോയി ഒരു കൊച്ചിനെ നോക്കാൻ വേണ്ടി ജോലി കിട്ടി, അങ്ങനെ പോയി. പക്ഷേ കൊച്ചിനല്ല, കുവൈറ്റ് വീട്ടുകാർ നല്ലതാണ്. ആ കുഞ്ഞും അവളെ ചെന്നതിന് ശേഷം പ്രസവിച്ച ഒരു മാലാഹ കുഞ്ഞാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൾക്ക് കൊച്ചു നോക്കാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോൾ. കാര്യം ഇവിടെ കുഴപ്പമില്ല, അവിടെ വേറെ വേലക്കാരുണ്ട് ഓൾറെഡി. അവർ ഇവളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. ഇവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് വിരട്ടി ഓടിക്കാനാണ് നോക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വിരട്ടി ഓടിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ഇതാണ്. ഒന്ന്, ഇവൾക്ക് കൊച്ചിനെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാനോ ബാത്റൂമിൽ പോകാനും പോലും പറ്റത്തില്ല. കാര്യം കൊച്ചിനെ അവർ വല്ല ഉപദ്രവിക്കും. ഇവളെ കൊച്ച് പുറത്ത് ചാടിച്ചിട്ട് ഈ കൊച്ചിനെ നോക്കാനുള്ള പരിപാടി അവർക്ക് അടിച്ചു മാറ്റണം. അതാണ് ഒരു കാര്യം. തന്നെയല്ല, ഇവളവിടെ ചെന്നിട്ട് അവർക്ക് അവരുടെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലാക്ക് മാസുകാരാണ്. കർത്താവിനെ അപമാനിക്കുന്ന കുറേ പിശാചിൻ്റെ കുർബാന നടത്തുന്ന ആൾക്കാരില്ലേ, അതായത് നരകത്തിന് അവകാശമാക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ. ഇവരാണ് അവിടെ ആ കുവൈറ്റ് വീടിനെ കൈകാര്യം ചെയ്യണത്. ഇവൾ പ്രാർത്ഥനയും പ്രത്യക്ഷങ്ങൾ പറഞ്ഞ് ചിലപ്പോഴൊക്കെ പിശാചിന് വെകിളി പിടിച്ച് പിശാച് പറഞ്ഞ് അവളെ കൊല്ലണം, അവളെ പുറത്താക്കാതെ ഒന്നും ഇനി ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ രാത്രി, ആ ബ്ലാക്ക് മാസുകാർ രാത്രി 12 മണിക്ക് അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ചെയ്യുമ്പോൾ അതൊന്നും ഒക്കത്തില്ല. കാര്യം ഇവളിനകത്ത് ഇവിടെ നിന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണമാണ്. ഇവിടെ കൈ വെഞ്ചരിച്ച ഉപ്പുണ്ട്, വെഞ്ചരിച്ച കാശുരൂപമുണ്ട്. അതുകൊണ്ട് ചെകുത്താൻ്റെ പണിയൊന്നും അവിടെ നടക്കണില്ല. അവർക്ക് കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇവളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചെയ്ത്തൊന്നും ഏക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവളെ കിടക്കണ സ്ഥലത്ത് കൊണ്ടുപോയി നായ്ക്കറിന പൊടി ആക്കി ഇടും, അത് ചൊറിഞ്ഞിട്ടേ ഓടാൻ വേണ്ടി. എന്തെല്ലാം പരിപാടി കാണിക്കണമെന്നറിയോ? അതുപോലെ തന്നെ ബാത്റൂമിൽ കൊണ്ട് കുപ്പിച്ചില് വെതറും പൊടിച്ച്. അവൾ കറി ഇവക്ക് ഷുഗറുള്ള കാരണം കൈ പൊട്ടിയാൽ പിന്നെ കാല് പൊട്ടിയാൽ പഴുക്കുക, പിന്നെ പൊറുക്കത്തില്ലല്ലേ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ കുപ്പിച്ചില് ബാത്റൂമിൽ വെതറും. കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം കൊച്ചിനെ ഇവർ വന്ന് ഉപദ്രവിക്കുമ്പോൾ കൊച്ചു മരിക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ നിയമം അനുസരിച്ച് കൊച്ചിനെ ആരും നോക്കുന്നു, അവർ കൊലപാതകികളായിട്ട് നേരെ ജയിലിൽ പോകും. പിന്നെ വെളിച്ചം കാണത്തില്ല. അപ്പോൾ മനസ്സിലായി അവൾ പെട്ടിരിക്കണമെന്നൊക്കെ മനസ്സിലായി. അപ്പം നിങ്ങൾ ചാടിക്കയറിയൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണം. ഇത് ഞങ്ങളുടെ നിവർത്തിക്കേട് കൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യത്ത് പോകാൻ പോണത്, ഇത് വർക്കൗട്ട് ചെയ്യുക, കർത്താവ് എന്ത് പറയണേ, അത് നമുക്കറിയാൻ ബാധ്യസ്ഥരാണ് നമ്മളെ.
ഇതൊക്കെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈ വിൽ ബി ഡൺ, ദൈ കിങ്ഡം കം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണത്? എന്നുവെച്ചാൽ വിധി പോലെ നടക്കണമെന്ന് എൻ്റെ അർത്ഥം അല്ല. നമ്മളെ വിധിയിൽ വിശ്വസിക്കുന്നവരില്ല. നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ് നിറവേറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം നിൻ്റെ തിരുമനസ്സാണോ അല്ലയോ, ദൈവ തിരുമനസ്സാണോ അല്ലയോ, അല്ല നിൻ്റെ സമ്മർദ്ദം കൊണ്ട് നീ ചാടിപ്പീണ് കടലിൽ കടക്കാൻ പോണ പോലെ വരരുത്. അപ്പം നിങ്ങൾക്കൊരു വിഷയത്തിൽ സംശയമാണ് ദൈവം തോന്നിക്കുന്നത്. ആദ്യം സംശയമില്ലെങ്കിൽ ഓക്കെയാണ്. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കണം. സംശയം തോന്നണം വെച്ചാൽ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പം അതിക്ക് മുമ്പ് നിങ്ങളുടെ ഉടമ്പടി ഒന്ന് വെടിപ്പായിരിക്കണം. നിങ്ങൾ ഉടമ്പടി ഇല്ല, ഇപ്പം സംശയം വന്നപ്പോൾ നിങ്ങൾ രോഗികളെയും കണ്ടിട്ടില്ല, വീട്ടിലെല്ലാവരുമായിട്ട് കലഹവുമാണ്, പ്രാർത്ഥനയും ചില സമയത്ത് തോന്നുമ്പോൾ എഴുന്നേക്കണം, 5:30 എഴുന്നേക്കേണ്ട ആൾ 7 മണിക്ക് എഴുന്നേറ്റിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛാ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും. അവിടുന്ന് ചീട്ട് കിട്ടിയാലും ഞാൻ ചീട്ട് കീറി ഇവിടെ വെച്ച്. എന്താ കാര്യം? ഇവരോട് സംസാരിക്കാൻ പറ്റുന്നത് ഇവർ ഉടമ്പടിയിലല്ല, ഇവർ പറ്റിപ്പ് ഉടമ്പടിയായിട്ട് നടക്കുകയാണ്. ഉടമ്പടിയുടെ പേപ്പറൊക്കെ കയ്യിരിപ്പുണ്ട്, പക്ഷേ ഹീസ് നോട്ട് ഇൻ എ കവനൻറ്റ്. കാര്യം എന്താണ്? കവനൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ അവർ പാലിച്ചിട്ടില്ല. അതാണ് എൻ്റെ വിഷയം പറയണത്. കവൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചാലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ആവിഷ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസ ആവിഷ്കാരങ്ങൾക്ക് ആകപ്പാട് ജനത്തിന് അറിയാവുന്ന പ്രാർത്ഥനയാണ്. ആകപ്പാട് ജനങ്ങളെല്ലാം കുർബാന പോലും ആൾക്കാർ ചോദിക്കും, കുർബാന അച്ഛന്മാർ ചോദിക്കുമ്പോൾ ബ്രദർ കുർബാന ചൊല്ലിയതാണോ? അല്ല, അച്ഛനായിട്ടില്ലെന്ന് പറയും. അപ്പോൾ എൻ്റെ അപ്പനൊരു കുർബാന ചൊല്ലിക്കണം. അപ്പോൾ കുർബാന വരെ എന്താണ് ചൊല്ലണ സംഭവമാക്കി മാറ്റി. ആര് മാറ്റിയതാണ്? ഞങ്ങൾ മാറ്റിയതല്ല, നിങ്ങൾ മാറ്റിയതാണ്. കുർബാന ചൊല്ലണ സംഭവം അല്ല, ഉടമ്പടിയാണ്, ചെയ്യണ സംഭവമാണ്. ഡൂ ദിസ് മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചൊല്ലാനാണോ പറഞ്ഞത്? അല്ലല്ല, ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് കുർബാന ചൊല്ലിച്ചോ എന്ന് ചോദിക്കണേ എന്തിനാ? അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയെല്ലാം ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുർബാന നമ്മൾ ചെയ്യാൻ വേണ്ടി വരികയാണ് പള്ളിയിൽ. എന്താണ്? അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്. അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം പാപത്തിന് പരിഹാരമായിട്ട് ഭാഗിച്ച് വീതിച്ച് വിളമ്പി തന്നു. അത് നമ്മൾ അവൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ അവൻ നമ്മളോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമായിട്ട് നമ്മളെ മുറിച്ച ആൾക്കാർക്ക് കൊടുക്കും. നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, അതാണ് നിങ്ങൾ ഉടമ്പടിയോട് ചെയ്യണ കുർബാന. ഉടമ്പടിക്ക് ശേഷം നിങ്ങളെ ആൾക്കാർ സുവിശേഷം അറിയാത്തവർ അറിയിക്കുന്നു, അറിഞ്ഞവർ ആഴപ്പെടുത്തുന്നു. ഉടമ്പടിക്ക് ശേഷം നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നു. നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങളുടെ മക്കളും അനുഭവിക്കേണ്ട സമ്പത്ത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കുമ്പോൾ മുറിച്ച് കൊടുക്കുകയാണ്. കുർബാന തുടരുകയാണ്. മാസ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. കൾട്ടിക്ക് അതായത് ലിറ്ററേച്ചറിക്കൽ മാസാണ് എൻഡ് ചെയ്യണത്. ബയോളജിക്കൽ മാസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഫെയ്ത്ത് മാസ് ഫെയ്ത്ത്ഫുള്ള് തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് ആ കുർബാന. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഓർമ്മയുണ്ട്, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആ ഓർമ്മ അസ്തമിക്കുമ്പോൾ ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് കുർബാന നിൽക്കുന്നത്. അവൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യണത്. കൈയടിച്ച് ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ.